സോദരന്മാരെയും സ്നേഹിതന്മാരെയും മാതാപിതാക്കളും മാറിയ നേരം മാറാത്ത സ്നേഹം തേടി വന്നെന്നെ മാറോട് ചേർത്തെന്നെ ഓമനിച്ചു. മാറാത്ത സ്നേഹം തേടി വന്നെന്നെ മാറോട് ചേർത്തെന്നെ ഓമനിച്ചു. ആരുണ്ട് ഈ ലോകത്തിൽ എന്നേശുവെ പോൽ, ആരുണ്ട് ഈ ലോകത്തിൽ നിത്യസമാധാനം നൽകിയ ദേവാ, നീയല്ലാതാരുമില്ല ഈ ലോകത്തിൽ, നിന്നെ പോലാരുമില്ല. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 69 സങ്കീർത്തനം അതിൻ്റെ 33 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു, തൻ്റെ ഭക്തന്മാരെ നിന്ദിക്കുന്നതുമില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, അവൻ യഹൂദാ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. അവൻ്റെ ദാസന്മാരുടെ സന്തതി അവനെ അവകാശമാക്കും. അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നു. അതേ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ദേവാലയത്തിൽ ആദ്യം വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളെ കേൾപ്പിക്കുന്നത്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവരെ സമ്പന്നനാക്കുന്ന നല്ല കർത്താവ്, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവമക്കൾ നമ്മളിന്ന് വസിക്കുന്നേ. ആകയാൽ 35 വാക്യം പറയുന്നത്, ദൈവം സിയോനെ രക്ഷിക്കും, അവൻ യഹൂദാ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. തകർന്നു പോയി എന്ന് പറഞ്ഞെടുത്ത് ദൈവം രക്ഷിക്കും. ദൈവമക്കളെ, എല്ലാം ഇടുങ്ങിപ്പോയെന്ന് പറഞ്ഞെടുത്ത് യഹോവ പണിയും. സ്തോത്രം. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. അവർ കൊള്ളതിൽ തന്നെ ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവമക്കളെ, നഷ്ടപ്പെടാനുള്ളതൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും. അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. ഹല്ലേലൂയ. നമുക്ക് നഷ്ടപ്പെട്ടത് എന്താ? അതിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവമക്കളെ, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. 1991 ജനുവരി മാസം 9-ാം തീയതി എൻ്റെ കർത്താവിനിക്ക് കൃപ തന്ന്, മഹാവ്യാധി കർത്താവിനിക്ക് സൗഖ്യം തന്ന്, എൻ്റെ ഭവനത്തിൽ എൻ്റെ കർത്താവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത്, അമ്മേ സ്തോത്രം, 12 വയസ്സ് മുതൽ ഞാൻ അനുഭവിച്ച മഹാവ്യാധി എന്നെ വിട്ടുപോയപ്പോൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ ഞാൻ സമർപ്പിക്കുന്ന ഒരനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പനെയും അമ്മേനെയും വസ്തുവകളെല്ലാം കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്ത് ഇറങ്ങുന്ന ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അക്രൈസ്തവ കുടുംബത്തിലായിരിക്കുന്ന എന്നെ കൊണ്ട് അച്ഛനും അമ്മയും സൗഖ്യത്തിന് വേണ്ടി, എൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി ആശുപത്രികളിൽ, മന്ത്രവാദികളിലേക്ക്, അങ്ങനെ ഉസ്താക്കന്മാരുടെ, അതുപോലെ പള്ളികൾ, ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും കൊണ്ടുപോയി. ദൈവമക്കളെ, എല്ലായിടത്തും കൊണ്ടുപോയി. ക്രൈസ്തവ കുടുംബത്തിലായിരുന്നത് കൊണ്ട് മതപരമായ ചടങ്ങിൽ എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കി. അവസാനം പ്രാർത്ഥനയ്ക്കും കൊണ്ടുപോയി. പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയപ്പോൾ കുറച്ച് നാളത്തേക്കിന് സൗഖ്യം ഉണ്ടായില്ലെങ്കിലും മനസ്സിനൊരു സമാധാനം. പിന്നീട് കുറച്ച് നാൾ നീണ്ടങ്ങ് പ്രാർത്ഥന വിശ്വാസത്തിൽ അങ്ങനെ പോയി. കർത്താവിൻ്റെ സന്നിധിയിൽ സഭയോടൊന്നും ചേർന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് പോകും വരും, അങ്ങനെ മാത്രം. കർത്താവിലാണ് വിശ്വസിക്കുന്നതെങ്കിലും പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിട്ടു വന്നിട്ടില്ല. ആ കാലങ്ങളിലാണ് മഹാകഷ്ടങ്ങൾ എന്നെ തേടി വന്നത്. അന്ന് വേണ്ടപ്പെട്ടവരെല്ലാവരും പറഞ്ഞത്, ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസം വിട്ടുപോയിട്ടാ, അതെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ്ടും എന്നെ പഴയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നൊരനുഭവം. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങിയ അനുഭവത്തെ ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് സൗഖ്യം കിട്ടിയ ദിവസം ഏറ്റവും അധികം സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സൗഖ്യം കിട്ടിയ എൻ്റെ കർത്താവിനിക്ക് ദർശനം തന്ന ഈ സ്ഥലത്ത് എൻ്റെ പ്രാർത്ഥന കഴിക്കുമ്പോൾ പ്രാർത്ഥനയിൽ അനേകർ കടന്നു വരുവാൻ ഇടവന്നു.
അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോനെ നമുക്ക് നീ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഭവനത്തിൽ വെക്കണ്ട. കാരണം അച്ചാച്ചനും അമ്മയും മരിച്ചാൽ അന്ത്യകർമ്മം ചെയ്യാനുള്ള മക്കളാണ് നിങ്ങൾ. ആൺമക്കളില്ല, ഏറ്റവുള്ളതാണ് ഞാൻ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ സമുദായക്കാരെ വേണം, നമുക്ക് ബന്ധുക്കാർ വേണം, വേണ്ടപ്പെട്ടവർ വേണം. ഞാൻ ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നെങ്കിലും ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളൂ എന്ന് എൻ്റെ കർത്താവിനോട് പറഞ്ഞു. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെടുത്ത തീരുമാനം ഞാൻ എൻ്റെ മാതാപിതാക്കളെ അറിയിച്ചു. അമ്മേൻ എന്നാൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, കർത്താവിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെ വേദപുസ്തകം മടക്കി വെച്ചിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും വേണ്ട, വിശ്വാസം കർത്താവിൻ്റെ സന്നിധിയിലുള്ള വിശ്വാസം മനസ്സിൽ വെച്ചു. കർത്താവ് സൗഖ്യം തന്നെന്ന് ഞങ്ങൾക്കറിയാം. എനിക്കൊരു വലിയ സങ്കടത്തിനിടയായൊരു സമയമായിരുന്നു. ഒറ്റക്കിറങ്ങി ദൈവമക്കളെ വേദപുസ്തകം എടുത്തുകൊണ്ട് അന്ന് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിറങ്ങി. എനിക്ക് വേണ്ടി എത്തി നിൽക്കാൻ ഞാൻ പ്രായമായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു വെച്ചിരുന്ന 11 സെൻറ് സ്ഥലവും വീടും എൻ്റെ അച്ചാച്ചനെയും അമ്മച്ചനെയും സഹോദരിമാരെയും കർത്താവിന് വേണ്ടി സമർപ്പിച്ചിട്ട് അന്ന് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കർത്താവിന് വേണ്ടി വേലക്കിറങ്ങി. 3 മാസം കഴിഞ്ഞ് എൻ്റെ വിവാഹവും എനിക്കെൻ്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളിയെ തന്നു, അനുഗ്രഹിക്കപ്പെട്ട മക്കളെ തന്നു. അനേകം മക്കളെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവമക്കളെ ഞെരുക്കത്തിൻ്റെ നടുവിലൂടെ ദൈവം അയച്ച ദേശത്തെല്ലാം പോയി സുവിശേഷം അറിയിക്കാൻ പറ്റി. 24 വർഷം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. ശേഷം ദൈവമക്കളെ കർത്താവിൻ്റെ കൃപയാൽ അത്ഭുതവും അതിശയമായിട്ട് പറയുവാനുള്ളൊരു കാര്യം, ഞാൻ ഇറങ്ങിപ്പോയതിന് ശേഷം എൻ്റെ അച്ഛൻ ഈ വസ്തു 4 വർഷം കഴിഞ്ഞ് വിറ്റു. ദൈവമക്കളെ വാങ്ങിയവരോടെ താമസിക്കുമ്പോൾ 25ാമത്തെ വർഷം ദൈവമക്കളെ ഞങ്ങൾ ചോദിച്ചല്ല, ഈ വസ്തു വാങ്ങിയവർ തന്നെ വിളിച്ചു പറയുന്നു, നിങ്ങൾ വന്ന് ഈ വസ്തു എടുക്കണം, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, 1.5 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നില്ല എന്ന്. ദൈവമക്കളെ വളരെ അത്ഭുതകരമായിട്ട് പറയട്ടെ, 2016 ഈ വസ്തു വാങ്ങിക്കാനിടയാകും. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ആരാധന നടക്കുന്നത്. ഒരിക്കൽ എൻ്റെ കർത്താവിൻ്റെ ഒരിക്കൽ ചീഞ്ഞ് നാറ്റം വെച്ച് ഒഴുക്കളരിച്ച് കിടക്കുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ നിന്നെല്ലാം എന്നെ ഉപേക്ഷിച്ച് വിട്ട് അടുപ്പും പാതകത്തിൻ്റെ കീഴിലൊരു ചണച്ചാക്ക് വിരിച്ചിട്ട് എന്നെ അവിടെയാണ് കിടത്തിരിക്കുന്നത്. അവിടേക്ക് ഇറങ്ങി വന്ന എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കിക്കൊണ്ട് ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാൻ, സുവിശേഷം പറയാൻ എൻ്റെ കർത്താവിനെ നിയോഗിക്കുകയായിരുന്നു. എൻ്റെ അടുക്കെ പറഞ്ഞത് സകല ജാതികൾക്കും പ്രാർത്ഥനാലയമായി തീരുമെന്ന്, സകല ജാതികളും ഒന്നിച്ചിരുന്ന് ആരാധിക്കുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ 25 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമക്കളെ നമുക്കത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞത് എൻ്റെ കർത്താവ് അത് തിരിച്ചു തരികയും അതിനകത്തിരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. അതേ വചനം നമ്മളെ കേൾപ്പിച്ചില്ലേ ദൈവമക്കളെ, ദൈവം സിയോനെ രക്ഷിക്കും, അവൻ യഹൂദ നഗരങ്ങളെ പണിയും, അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും, അവൻ്റെ ദാസന്മാരുടെ സന്തതിനെ അവകാശമാക്കും, അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. ദൈവം തന്നു. ദൈവമക്കളെ നഷ്ടപ്പെട്ടു പോയതൊന്നും കർത്താവ് തിരിച്ചു തരാതിരിക്കില്ല. കാരണം കർത്താവിന് വേണ്ടിയിട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ അത് ഒരു നാൾ നമുക്ക് തിരിച്ചു കിട്ടും, അതിമഹത്വത്തോടെ. ഓരോ സ്തോത്രം. നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ദൈവമക്കളെ. ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധി പ്രാർത്ഥിക്കുക. ഭവനങ്ങളും അതുപോലുള്ള ജീവിതത്തിൽ പലതും വിലപ്പെട്ടത് പലതും നഷ്ടപ്പെട്ട് സങ്കടത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി വിട്ടുകൊടുത്താൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, ശ്രേഷ്ഠമേറിയ സാക്ഷ്യം പറയുവാൻ ദൈവമായ കർത്താവ് സഹായിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തകർന്നു നിറഞ്ഞു കിടന്ന ഒരനുഭവം ഉണ്ടായിരുന്നു കർത്താവേ. ദുർഗന്ധ നിമിത്തം തൊട്ടടുത്ത് വേണ്ടപ്പെട്ടവർ പോലും കടന്നു വരാത്ത ഒരവസ്ഥയുണ്ടായിരുന്നപ്പ. ദുർഗത്തെങ്ങാനും അടുപ്പിൽ കർത്താവെ തീ കത്തിക്കോ കഞ്ഞി വെക്കാത്തൊരു കാലമുണ്ടായിരുന്നല്ലോ. യേശുവേ, എന്നെ തേടി വന്ന ദൈവമേ, ഇത്ര കാലം നിന്നെ സന്നിധിയിൽ നല്ലൊരു സാക്ഷ്യം പറയുവാൻ ഇവനെ സഹായിച്ചു തോർത്തു സ്തോത്രം ചെയ്യും. കർത്താവെ, കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും വേദനകളുടെ ഒക്കെ നടുവിലൂടെ ദൈവം എനിക്ക് തന്ന സൗഖ്യത്തെ ഇന്നും വിളിച്ചു പറയുവാൻ, എല്ലാം സഹിക്കാൻ ക്ഷമിക്കാൻ കർത്താവെ അവിടുന്ന് കൃപ തന്നുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യും. ഞാനോ കുറയണം കർത്താവെ, അങ്ങനെ വളരണമേ, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകണമേ. അടിയനെ ആരും ശ്രദ്ധിക്കരുത് കർത്താവെ, അടിയനെ ആരും ശ്രദ്ധിക്കരുത്. അടിയനിലൂടെ എൻ്റെ കർത്താവിൻ്റെ മഹത്വം കാണുവാൻ മക്കളെ സഹായിക്കണേ. എൻ്റെ കർത്താവെ, തകർന്ന അവസ്ഥയിൽ കഴിയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ
കർത്താവെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യാശയോടുകൂടി നിന്റെ മക്കള് കർത്താവിലേക്ക് മടങ്ങി വരുവാനിടയാകണമേ. സൗഖ്യം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ, ദീർഘായുസ് കൊടുക്കണമേ. കർത്താവെ, ഭവനത്തിൻ്റെ സന്തോഷം കെട്ടുപോയെങ്കിൽ സന്തോഷവും സമാധാനവും തിരികെ കൊടുത്തുകൊണ്ട്, നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്തുകൊണ്ട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി തീർക്കുന്ന ദൈവമേ, എൻ്റെ കർത്താവേ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ഭവനം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടുന്നവര്, ജോലി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടുന്നവര്, കുടുംബജീവിതം തകർന്നതിനെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവര് എല്ലാവരെയും ദൈവസന്നിധി വെക്കുക കർത്താവേ. ദൈവമായ കർത്താവ് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. നിന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവേ, എൻ്റെ കർത്താവ് തിരിച്ചു കൊടുത്ത് ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ ദൈവമേ, അവിടുന്ന് കൂടെ ഇരിക്കണമേ. നിന്റെ മക്കളുടെ കണ്ണിലെ കണ്ണുനീര് കർത്താവേ, അവിടുന്ന് തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, ദാവീദ് പുത്ര, നിന്റെ മക്കളോട് കരുണ തോന്നണമേ. ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് നിന്റെ മക്കൾ ആരൊക്കെയാണ് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരുന്നത്? ഈ സമയത്ത് കർത്താവെ, നിന്റെ മക്കളെ തൊട്ടൊന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എല്ലാ ശാപവും ദോഷവും കർത്താവെടുത്ത് മാറ്റിക്കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം.